നമസ്കാരം. യുദ്ധം ഒരു മഹായുദ്ധമായിട്ട് മാറുകയാണ്. ഒരു ലോക മഹായുദ്ധം ആയിട്ട് തന്നെ മാറുകയാണ്. അതിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. അതിനിടയ്ക്കും കുടത്തിലെ ഭദ്രദൈവം പോലെ നമ്മുടെ നാട്ടിൽ ഇന്നലെ വന്ന നരേന്ദ്രമോദി നമുക്കൊരു ഉറപ്പ് നൽകുന്നുണ്ട്. ഭാരതീയർ അവരുടെ സുരക്ഷ ഞങ്ങൾ ഉറപ്പാക്കും. ഈ ലോക മഹായുദ്ധം തടയാനുള്ള ശ്രമങ്ങൾക്കൊന്നും ആരും നമ്മളെ വിളിച്ചിട്ടില്ല, നമ്മൾ പോകുന്നില്ല. അതേസമയം ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കും. അദ്ദേഹം പറഞ്ഞത് കേരളീയർ ഏറ്റവും കൂടുതലുള്ള ഗൾഫ് നാടുകളിലെ കാര്യമാണ്. അക്കാര്യത്തിൽ നിങ്ങൾക്കൊരു ഉത്കണ്ഠയും വേണ്ട എന്ന ഒരു ഉറപ്പ് അദ്ദേഹം നൽകുകയുണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സൊന്ന് കുളിർപ്പിക്കുന്നത് തന്നെയാണ്. കാരണം കേരളത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ ഗൾഫ് അവർക്ക് രണ്ടാം വീടും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളിൽ ആരെങ്കിലും ഒരാൾ ഗൾഫിലുള്ളതുമാണ്. വളരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ് നരേന്ദ്രമോദി നൽകിയത്. കേരളത്തിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടവ: എംബസികൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. പരാതികൾ കേൾക്കാൻ ടെലിഫോൺ സിസ്റ്റം അവിടെ 24x7 എന്ന ക്രമത്തിൽ, അതായത് ആഴ്ചയിൽ 7 ദിവസവും പിന്നെ ഓരോ 7 ദിവസത്തിലും 24 മണിക്കൂറും 24x7 എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിൽ വിഷമസ്ഥിതിയിലെത്തുന്ന ഇന്ത്യക്കാർക്ക് എംബസിയിലേക്ക് വിളിക്കും. ആ വിളി കേൾക്കും, വേണ്ട സുരക്ഷ അവർ നൽകും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ നാടുകളിലെ ഭരണാധികാരികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ അവരും ബദ്ധശ്രദ്ധരാണ്. അപ്പോൾ തൽക്കാലം ഒരു അപകടമൊന്നും നമുക്കില്ല. പക്ഷേ യുദ്ധം അടുത്തെങ്ങും തീരും എന്ന് നമുക്ക് കരുതാൻ വയ്യ. യുദ്ധം നീണ്ടുപോകും. അപ്പോൾ അതിനിടയ്ക്കാണ് ഇവിടെയൊക്കെ LPG ക്രൈസിസ് ഉണ്ട്, വലിയ ഇന്ധന ക്രൈസിസ് അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ട്, എനർജി ക്രൈസിസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളങ്ങൾ ഉണ്ടാവുന്നുമുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ പല ഹോട്ടലുകളും ഇപ്പോൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. കാരണം അടുത്ത LPG സിലിണ്ടറിനുള്ള പെർമിഷൻ്റെ സമയം ആയിട്ടില്ല, കിട്ടേണ്ട സമയം ആയിട്ടില്ല. ആ ഒരു വാക്വമാണ് ഉണ്ടായിട്ടുള്ളത്. അത് പരിഹരിക്കപ്പെടുമെന്നൊരു ഉറപ്പ് നമ്മുടെ മോദിയുടെ വാക്കുകളിലുണ്ട്. അത് നമ്മൾക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹം അന്ന് രാത്രി തന്നെ തിരുച്ചിറപ്പള്ളിയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് എന്ന ആശയം ഈ പ്രതിസന്ധിയിലും ഇന്ത്യയെ പിടിച്ചുലയ്ക്കാത്ത വിധം നിലനിർത്തി എന്നാണ്. അതായത് ലോകമെമ്പാടും വലിയ ഊർജ പ്രതിസന്ധിയും ഭക്ഷ്യപ്രതിസന്ധിയും ഉണ്ടായപ്പോൾ ഇന്ത്യയിൽ അത് വലുതായിട്ട് ബാധിച്ചിട്ടില്ല. വൈറസ് ബാധിച്ചു, ഓഫ് കോഴ്സ്. അതിൻ്റെ ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നവരെ അതിൻ്റെ ഒരു പ്രഭാവം നിലനിന്നിരുന്നു. വാക്സിൻ കണ്ടുപിടിച്ച് കുത്തിവയ്പ്പായതോടുകൂടി ആൾക്കാർക്ക് അവരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് കാണാം, ഒന്ന് പരിശോധിച്ച് നോക്കി. അതുപോലൊരു ക്രൈസിസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ വൈറസിനെ നമുക്ക് അന്ന് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല എന്നതുപോലെ ഈ യുദ്ധത്തെ ഇപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുകയില്ല. എന്നെന്ന് വെച്ചാൽ മണിപ്പൂരിലെ അവിടുത്തെ 2 ഗോത്രവർഗ വിഭാഗക്കാർ, മെയ്തികളും കുക്കികളും തമ്മിലുള്ള പക പോലെ ഒരു പക ഇസ്രായേലും ഇറാനും തമ്മിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പക അങ്ങനെ ഇല്ലാതാക്കാവുന്ന ഒരു പകയല്ല. കോവിഡ് പോലെ ഉള്ള ഒരു പക, 2 വംശീയ ന്യൂനപക്ഷങ്ങൾ തമ്മിലുള്ള പക, 2 ആദിവാസി ഗോത്രങ്ങൾ തമ്മിലുള്ള പക. അവിടെ അങ്ങോട്ടൊന്ന് പോയതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ വല്ലതുമെന്ന് തലയിൽ പതിക്കുമെന്നല്ലാതെ അവരുടെ പക തീർക്കാൻ മാർഗമില്ല. ആ പക തീരാത്തിടത്തോളം ഈ യുദ്ധം അതിൻ്റെ എല്ലാവിധമായിട്ടുള്ള വൃത്തികേടുകളോടും കൂടി തന്നെ അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള രൂക്ഷമായിട്ടുള്ള പ്രത്യാഘാതങ്ങളോടും കൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് കാണേണ്ടത്. 2 വംശങ്ങൾ തമ്മിൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് യുദ്ധത്തിന് ഇപ്പോൾ അവസാനം കാണാതെ രക്ഷയില്ല. ഈ കാര്യത്തിൽ ഒരു മധ്യസ്ഥൻ്റെ പങ്ക് വഹിക്കേണ്ട അമേരിക്ക തന്നെ കക്ഷി ചേർന്ന് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് ഇറാനെതിരെ യുദ്ധം നയിക്കുന്നതുകൊണ്ടാണ് കാര്യങ്ങൾ ഇത്രമാത്രം വഷളായിത്തീരുന്നത്. ഇതിനിടയ്ക്ക് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെ ഉള്ള ഗതാഗതം ആകപ്പാടെ കത്തുകയാണ്. നേരത്തെ നിലച്ചിരിക്കുകയായിരുന്നു, ഇപ്പോൾ കത്തുകയാണ്. നിരവധി കപ്പലുകളാണ് അവിടെ ആക്രമിക്കപ്പെടുന്നതെന്ന് മാത്രമല്ല, ഏതാണ്ട് 12ഓളം കപ്പലുകൾ അവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ നടന്ന സംഭവം, ഇറാൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ, ഇറാൻ്റെ അല്ല ഇസ്രായേലിൻ്റെ ഉടമസ്ഥതയിലുള്ള കപ്പൽ ഇറാൻ നശിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം അവർക്ക് ഇപ്പോഴും ഈ കൃത്യമായി നശിപ്പിക്കാനുള്ള ശേഷി ഇപ്പോഴുണ്ട്. കഴിഞ്ഞ യുദ്ധങ്ങളിലൊക്കെ ഇറാൻ്റെ മിസൈലുകൾ പലപ്പോഴും വഴിതെറ്റിപ്പോയിരുന്നു. ഈ പ്രാവശ്യം അത് പ്രിസിഷനോടുകൂടി
ഇസ്രായേലിൻ്റെ അത്രമാത്രം പ്രിസിഷനോട് കൂടി തന്നെ ആ കടലിലെ കപ്പലുകൾക്ക് നേരെയും അതിൻ്റെ ലക്ഷ്യങ്ങളിലും, ഒന്നാമത് ടെൽ അവീവ്, ഹൈഫ, ഇവിടങ്ങളിലെല്ലാം ചെല്ലുന്നുണ്ട്. അവിടെയുള്ള ഹൈഫയിലെ തുറമുഖത്തുള്ള അവരുടെ സൈനിക താവളങ്ങൾ, ഇസ്രായേലിൻ്റെ സൈനിക താവളങ്ങൾ, ടെൽ അവീവിലെ താവളങ്ങൾ, അവർ സിവിലിയൻസിനെ അല്ല ലക്ഷ്യം വയ്ക്കുന്നത്. സിവിലിയൻസിലേക്ക് അത് തെറ്റിപ്പറന്ന്, ലക്ഷ്യം തെറ്റിപ്പറന്നു പോയി വീഴ്ത്തുന്നുമില്ല. ആ താവളങ്ങളിൽ പോയിട്ട് അവർ ലക്ഷ്യം വെച്ച സ്ഥലത്ത് തന്നെ കൃത്യമായിട്ട് വീഴുന്നുണ്ട്. ഇതിൻ്റെ ഒരു കാരണം പറയുന്നത് ചൈന അവർക്ക് അത്രമാത്രം പ്രിസിഷനുള്ള ഒരു സിസ്റ്റം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് മറ്റൊരു ടോക്കിൽ നമുക്ക് വരാം, ഇതിൽ സമയമില്ലാത്തതുകൊണ്ട്. ഈ സിസ്റ്റം ശരിക്ക് വളരെ ലക്ഷ്യവേദിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സിസ്റ്റം എന്ന് പറയുന്നത് GPS എന്ന് പറയുന്ന അമേരിക്കയുടെ പൊസിഷനിങ് സിസ്റ്റത്തിന് ബദലായിട്ട് ചൈന നടപ്പാക്കിയ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ കൂടി ആണ് ഈ മിസൈലുകൾ സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അമേരിക്കയുടേതാണ് GPS സിസ്റ്റം. ആ GPS സിസ്റ്റം വഴി ഇവയെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അമേരിക്കയെ വെട്ടിച്ചും ഈ മിസൈലുകൾ അയക്കാൻ ഇറാൻ ഇപ്പോഴും ശക്തമായിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഇസ്രായേലോ അമേരിക്കയോ കണക്ക് കൂട്ടിയതല്ല. അതുകൊണ്ടാണ് ഈ യുദ്ധം നീണ്ടുപോകുന്നത് എന്നാണ് യുദ്ധ നിരീക്ഷകന്മാർ പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ ഒരു തിയറിയെ അല്ലെങ്കിൽ സിദ്ധാന്തത്തെ ഫ്രാൻസിലെ മുൻ ഇൻ്റലിജൻസ് മേധാവി ശരിവയ്ക്കുന്നുമുണ്ട്. ഇത്ര കൃത്യതയോടുകൂടി ഇറാൻ ഒരു യുദ്ധത്തിൽ മിസൈലുകൾ അയക്കുന്നത് ആദ്യമായിട്ടാണെന്ന് അദ്ദേഹം പറയുന്നു. അതിൻ്റെ അർത്ഥം ഈ ഹോർമൂസ് കടലിടുക്ക് ഗതാഗതക്കുരുക്കിൻ്റെ ഒരു മേഖലയായിട്ട് തീർന്നുകൊണ്ട് ലോകമാകെ ഊർജ പ്രതിസന്ധിയുടെ വലിയ രൂക്ഷത തുടർന്നും സൃഷ്ടിക്കും. അതിൽ നിന്ന് കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോലെ ഭാരതം രക്ഷപ്പെടും. മോദി ദീർഘവീക്ഷണത്തോടുകൂടി ക്രാന്തദർശിത്വത്തോടുകൂടി നടപ്പാക്കിയ ആത്മനിർഭർ ഭാരത് പദ്ധതി കൊണ്ട്. കാരണം നമ്മൾ പണ്ടേ തന്നെ ഈ പെട്രോൾ എന്ന ഫോസിൽ ഫ്യൂവലിൽ നിന്ന് ഇലക്ട്രിസിറ്റിയിലേക്കും അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് ഫ്യൂവലുകളിലേക്കും, ഈ പെട്രോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏതാണ്ട് 20% നമ്മുടെ തദ്ദേശ നിർമ്മിതമായിട്ടുള്ള എഥനോൾ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ പെട്രോൾ പമ്പുകളിൽ നമുക്കവ ലഭിക്കുന്നത്. അങ്ങനെയൊന്ന്. പിന്നെ നമുക്ക് എണ്ണ സമ്പത്ത് ഇല്ലെങ്കിലും സൂര്യപ്രകാശത്തിൻ്റെ സമ്പത്ത് ധാരാളമായിട്ടുണ്ട്. അവയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഊർജ പദ്ധതി നമ്മൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയോടുകൂടി പുരപ്പുറ വൈദ്യുതി നമ്മൾ വളരെ വിശാലമായിട്ട് ഇന്ത്യ മുഴുവൻ നടപ്പാക്കിയിട്ടുണ്ട്. അത് മറ്റൊരു ആൾട്ടർനേറ്റീവാണ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ, അതിൻ്റെ ഉപയോഗം ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ആൾട്ടർനേറ്റീവ് ഫ്യൂവൽസിലേക്ക്, അതുപോലെ തന്നെ ആണവശക്തിയിലേക്കും ഒക്കെയുള്ള നമ്മുടെ ആ മാറ്റം, ചുവടുമാറ്റം കൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രതിസന്ധിയെ എത്ര നാൾ നീണ്ടുപോയാലും നേരിടാൻ ഒട്ടും പേടിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഇന്ത്യയുടെ റിഫൈനറികൾ അവ സുശക്തമാണ്. പക്ഷേ അപ്പോഴും ഒരു പ്രതിസന്ധി ബാക്കിയുണ്ട്. അതായത് ഗ്യാസിൻ്റെ പ്രതിസന്ധി. നമ്മുടെ തിരുവനന്തപുരം നഗരത്തെയും ബാധിച്ചിരിക്കുന്ന, മുംബൈയിലെ പകുതിയോളം ഹോട്ടലുകൾ അടച്ചിരിക്കുകയാണ്. പക്ഷേ അത് നേരിടാൻ വേണ്ടി ഇപ്പോൾ ഉടൻ തന്നെ റഷ്യയിൽ നിന്നുള്ള LPG സിലിണ്ടറുകൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുമെന്നൊരു വാക്കും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യുദ്ധം തീർച്ചയായിട്ടും ആശങ്കാകുലമാണ്. ലോകം അതിൽ പെട്ടിരിക്കുകയാണ്. അത് ഉടനെയെങ്ങും തീരുകയില്ല. പക്ഷേ ഇന്ത്യ അത്ഭുതകരമായിട്ട് അതിൽ നിന്നും രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ഒരു തുരുത്തു പോലെ, വെള്ളപ്പൊക്കത്തിൽ ഒരു തുരുത്തെന്ന പോലെ ഇന്ത്യ നിൽക്കുന്നു എന്നുള്ളൊരു ചിത്രമാണ് മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.